എപ്പിസോഡ് 28 എല്ലാവർക്കും സ്വാഗതം. ഹനുമാൻ രാവണനോട് പറഞ്ഞു തുടങ്ങി. അജ്ഞന്മാരുടെ അജ്ഞത നീക്കിക്കൊടുക്കേണ്ടത് ജ്ഞാനികളാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങ് ലോകഗതി മനസ്സിലാക്കണം. മോഹമഹാസമുദ്രത്തിൽ മുങ്ങിപ്പോവരുത്. രാക്ഷസ ബുദ്ധി ഉപേക്ഷിച്ച് ദൈവികമായ മാർഗം സ്വീകരിച്ചാലും ബ്രഹ്മാവിൻ്റെ പ്രപൗത്രനും പുലസ്ത്യൻ്റെ പൗത്രനും വിശ്രവസിൻ്റെ പുത്രനുമാണങ്ങ്. രാക്ഷസ സ്വഭാവം അരുത്. ഇടതടവില്ലാതെ ഹരിയെ ധ്യാനിച്ചാൽ അങ്ങേക്ക് ശുദ്ധനാവാം. അപരൻ്റെ ധനത്തെയും ഭാര്യയെയും മോഹിക്കരുത്. കോടി സൂര്യപ്രഭയുള്ള രാമനെ സ്മരിക്കുക. ശത്രുത കളഞ്ഞ് ഭക്തലോകപ്രിയനായ രാമൻ്റെ പാദപത്മങ്ങളെ നമസ്കരിച്ചാലും എത്ര പാപമായാലും ഏത് പാപമായാലും ആ കാരുണ്യവാൻ ക്ഷമിക്കും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് തൻ്റെ 20 കണ്ണുകളിൽ നിന്നും അഗ്നിപാറും വിധം കോപത്തോടെ നോക്കിക്കൊണ്ട് രാവണൻ പറഞ്ഞു, ഇത്ര ധിക്കാരമോ ഇവന് എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ആരാണീ രാമൻ? കാനനവാസി സുഗ്രീവൻ ആര്? അവരെയും സീതയെയും ദുഷ്ടനായ നിന്നെയും ഞാൻ കൊല്ലും. ഇതിനു മറുപടിയായി ഹനുമാൻ പറഞ്ഞു, നിന്റെ മനസ്സിലെ മോഹം കൊള്ളാം. നിന്നെപ്പോലെ കോടിക്കണക്കിനു രാവണന്മാർ ഒരുമിച്ച് വന്നാലും എൻ്റെ ചെറു വിരലിനു പോലും മതിയാവില്ല. എന്നിട്ടാണോ നീ ഒറ്റയ്ക്ക്? വീണ്ടും രാവണൻ ആക്രോശിച്ചു. ആയുധധാരികളായി ഇവിടെ ആരുമില്ലേ ഇവനെ കൊല്ലാൻ? ഇത് കേട്ട് ഒരുവൻ ആയുധവുമായി ഹനുമാന്റെ അടുത്തെത്തി. അപ്പോൾ രാവണ സഹോദരനായ വിഭീഷണൻ പറഞ്ഞു, ദൂതന്മാരെ കൊല്ലുന്നത് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ഇവിടെ ഇവനെ കൊന്നാൽ ആ വിവരം എങ്ങനെ രാമൻ അറിയും? അതുകൊണ്ട് കൊല്ലാതെ ഒരടയാളവുമായി ഇവനെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്നതല്ലേ ശരി. രാവണനും സദസ്സും അതിനോട് യോജിച്ചു. എത്രയും പെട്ടെന്ന് ഇവൻ്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തു. വാനരന്മാരുടെ ശൗര്യം വാലിലാണ്. എന്നിട്ട് രാത്രി വന്ന കള്ളനാണെന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാദ്യാഘോഷങ്ങളോടെ നഗരം മുഴുവൻ ഇവനെ നടത്തണം. കുലമഹിമയും തേജസ്സും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു വാനരക്കൂട്ടം ഇവനെ പുറന്തള്ളണം. രാവണൻ ആജ്ഞാപിച്ചു. ഉടൻ തന്നെ എണ്ണയിലും നെയ്യിലും മുക്കിയ ഒരുപാട് തുണി ഹനുമാന്റെ വാലിൽ ചുറ്റി. ഹനുമാൻ അനങ്ങാതെ നിന്നു. വാലു മാത്രം നീണ്ടു വന്നു. തുണി തീർന്നിട്ടും വാലു ബാക്കി. എല്ലാ വീടുകളിലുമുള്ള തുണികളും പട്ടുവസ്ത്രങ്ങളും എല്ലാം ചുറ്റി. എണ്ണയും തീർന്നു. എന്നിട്ടും വാലു ബാക്കി. കണ്ടവരിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അയ്യോ, ഇവൻ ദിവ്യനാണ്. ആർക്കാണിങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇത് ആപത്താണല്ലോ. എന്നാൽ എത്രയും വേഗം തീ കൊളുത്തു, കാത്തു നിൽക്കല്ലേ എന്ന് മറ്റു ചിലർ. ആകെ ബഹളമയം. അവർ വാലിന് തീ കൊളുത്തി. കള്ളനെന്ന് വിളിച്ചു പറഞ്ഞു വാദ്യഘോഷങ്ങളോടെ ഹനുമാനെ നടത്തിക്കാൻ തുടങ്ങി. ഉടൻ ഹനുമാൻ തൻ്റെ ശരീരം വളരെ ചെറുതാക്കി. പെട്ടെന്ന് ബന്ധനസ്ഥാക്കിയ കയർ ഊരി വീണു. തൻ്റെ ശരീരം ഹനുമാൻ വീണ്ടും പർവ്വതം പോലെ വലുതാക്കി മേലോട്ടുയർന്നു ഗോപുരത്തിനു മുകളിൽ ചാടിക്കയറി. ചാടിച്ചാടി എല്ലാ വീടുകളും കെട്ടിടങ്ങൾക്കും തീ കൊളുത്തി. തീ ആളിക്കത്തി. കുതിരാലയങ്ങൾ, സൈനിക താവളങ്ങൾ, ആയുധപുരകൾ, കെട്ടിടങ്ങൾ, വീടുകൾ, അങ്ങനെ എല്ലാം കത്താൻ തുടങ്ങി. കത്തി കത്തി ചാമ്പലായി. തീജ്വാലകൾ ആകാശം മുട്ടെ ഉയർന്നു. രാമഭക്തനായ വിഭീഷണൻ്റെ ഭവനം മാത്രം ഹനുമാൻ കത്തിക്കാതെ കാത്തു. ജനങ്ങൾ കത്തിയും വെന്തും പിടഞ്ഞും പൊള്ളിയും മരിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം ആ ചപലനായ രാവണൻ മനുഷ്യ സ്ത്രീയെ കാമിച്ചത് കൊണ്ടല്ലേ. പുണ്യവും പാപവും നന്നായി ആലോചിച്ചിട്ടേ ചെയ്യാവൂ. പരസ്ത്രീയെയും പരധനത്തെയും അപഹരിച്ച ദശകണ്ഠൻ്റെ പ്രവൃത്തികളാണ് ഇന്ന് നമ്മുടെ ലങ്ക ദഹിക്കാൻ കാരണം. അയ്യയ്യോ എന്ന് നിലവിളിച്ചും പറഞ്ഞു കരഞ്ഞും രാക്ഷസ സ്ത്രീകൾ മരിച്ചു വീഴുന്നു. അങ്ങനെ രാക്ഷസ രാജധാനിയുടെ കുറേയധികം ഭാഗം കത്തി നശിച്ച ശേഷം ഹനുമാൻ വാൽ സമുദ്രത്തിൽ മുക്കി തീ കെടുത്തി. അഗ്നിയുടെ കൂട്ടുകാരനായ വായുവിൻ്റെ പുത്രനായത് കാരണം ഹനുമാന് ഒന്നും പറ്റിയില്ല. മാത്രവുമല്ല, ശ്രീരാമൻ്റെ കാര്യസാധ്യത്തിന് പ്രവർത്തിക്കുന്നവന് ആപത്ത് വരില്ലല്ലോ. മനുഷ്യജന്മം കിട്ടിയാൽ രാമനെ ഭജിക്കൂ, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും. ഹനുമാൻ വാലിൽ തീ കെടുത്തിയ ശേഷം സീതയുടെ അടുത്ത് ചെന്ന് തൊഴുതു പറഞ്ഞു, ദേവി, ദുഃഖിക്കാതിരിക്കൂ.
ഉടൻ തന്നെ ഞാൻ രാമലക്ഷ്മണന്മാരുമായി തിരിച്ചു വരും. രാമവാർത്ത കേൾപ്പിച്ച് എൻ്റെ ദുഃഖമകറ്റി നീ ഇനിയും രാമവാർത്തകൾ കേൾക്കാതെ ഞാൻ എങ്ങനെ ദുഃഖിക്കാതിരിക്കും? സീത പറഞ്ഞു. എങ്കിൽ ദേവി എൻ്റെ തോളിൽ കയറിക്കോളൂ, രാമൻ്റെ അടുത്തെത്തിച്ച് ഇന്നു തന്നെ സങ്കടം അകറ്റിത്തരാം, ഹനുമാൻ പറഞ്ഞു. നിനക്കതിന് കഴിയുമെന്ന് എനിക്കറിയാം. എങ്കിലും ദിവ്യാസ്ത്രം കൊണ്ട് കടൽ വറ്റിച്ചു വന്ന് രാവണനെ കൊന്ന് എന്നെ വീണ്ടെടുക്കട്ടെ. അല്ലാതെ രാത്രിയിൽ രഹസ്യമായി എന്നെ കൊണ്ടുപോയാൽ അത് അദ്ദേഹത്തിൻ്റെ കീർത്തിക്ക് കളങ്കമാവും. വേഗം ചെന്ന് രാമന് ഇവിടേക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്താലും അതുവരെ ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിക്കൊള്ളാം. ഹനുമാൻ സീതയോട് യാത്ര പറഞ്ഞ് സമുദ്രത്തിന് മുകളിലേക്ക് കുതിച്ചു ചാടി. അങ്ങനെ തിരിച്ചെത്തിയ ഹനുമാൻ 3 ലോകങ്ങളും വിറയ്ക്കുന്ന രീതിയിൽ ഒന്നലറി. ശബ്ദം കേട്ട് വാനരസംഘമെത്തി സീതയെ കണ്ട കാര്യം അറിയിച്ചു. ഹനുമാനെ അവർ ആലിംഗനം ചെയ്തു സുഗ്രീവൻ്റെ സമീപമെത്തി. സുഗ്രീവനോടൊത്ത് ശ്രീരാമനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. ലങ്കയിൽ നടന്നതും നടത്തിയതുമായ കാര്യങ്ങളെല്ലാം കേട്ട് ശ്രീരാമൻ അത്യന്തം സന്തോഷിച്ചു. ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ വീണ്ടും വീണ്ടും നെഞ്ചോട് ചേർത്ത് പുണർന്നു. തുടർന്ന് ലങ്കയിലെ കോട്ട, മതില്, കിടങ്ങ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. സമുദ്രത്തിനു നടുവിൽ നല്ല ഉയരമുള്ള ത്രികുടം എന്ന പർവ്വതമുണ്ട്. അതിനു മുകളിലാണ് ലങ്കാപുരി. പ്രാണനിൽ ഭയമില്ലാത്തവർക്ക് സ്വർണ്ണ വിമാനം പോലെയുള്ള ആ പ്രദേശം കാണാൻ കഴിയും. 700 യോജന വിസ്താരമുണ്ട് ലങ്കയ്ക്ക്. സ്വർണ്ണ മതിലിന് പുറത്തായി 4 ഭാഗവും ഗോപുരമുണ്ട്. ഗോപുരത്തിന് 7 നിലകളുണ്ട്. അതിനുള്ളിൽ 4 ഗോപുരങ്ങൾ വീതമുള്ള 7 മതിലുകൾ പിന്നെയുമുണ്ട്. അങ്ങനെ 28 ഗോപുരങ്ങൾ. ഓരോന്നിനു ചുറ്റും ആഴമേറിയ കിടങ്ങുകളും യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുമുണ്ട്. 10,000 രാക്ഷസന്മാരാണ് കിഴക്കുഭാഗത്തെ ഗോപുരത്തിന് കാവൽ. തെക്കുഭാഗത്ത് 1,00,000 കാവൽക്കാർ. പടിഞ്ഞാറേ ഗോപുരത്തിന് 10,00,000 കാവൽക്കാർ. വടക്കുഭാഗത്ത് 1 കോടി കാവൽക്കാർ. ഗോപുരത്തിൻ്റെ നടുക്ക് 50 ലക്ഷത്തിലധികം കാവൽക്കാർ. അത്ര തന്നെ ആളുകളുണ്ട് അന്തഃപുരം കാക്കാൻ. 1 കോടിയോളം കാവൽക്കാരാണ് മന്ത്രശാലയ്ക്ക് കാവൽ. സുവർണ്ണമയമാണ് ഭക്ഷണശാല, നടപ്പന്തൽ, നാടകശാല, കുളിപ്പുര, രഹസ്യമായ മദ്യശാല. ഇങ്ങനെ എത്ര അലങ്കാരങ്ങളുണ്ട് അവിടെ. 700 യോജന വിസ്താരമുള്ള ലങ്കാപുരിയുടെ 200 യോജന വിസ്താരം ഞാൻ അഗ്നിക്കിരയാക്കി. 1/4 സൈന്യത്തെയും നശിപ്പിച്ചു. ഇനി താമസിയാതെ നമുക്ക് പുറപ്പെടാം. അനേകായിരമുള്ള നമ്മുടെ വാനരപ്പടയെയും കൂട്ടി സമുദ്രം കടന്ന് ലങ്കയിലെത്തി രാവണൻ്റെ അഹങ്കാരവും തീർത്ത് സീതാദേവിയുമായി നമുക്ക് തിരിച്ചു വരാം, ഹനുമാൻ പറഞ്ഞു.